പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൊരു ഹദീസ് പരിചയപ്പെടുത്താനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഇമാമ് സൂറത്തുൽ ഹൂദാണ് ഓതിയത്. ഓതിയ ആയത്തുകളുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ പങ്കുവച്ച വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി സാന്ദർഭികമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. നിങ്ങൾ യൂട്യൂബിലൊന്ന് വെറുതെ ഇമോഷണൽ ആയിട്ടുള്ള ഖുർആന്റെ ഓത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അധികവും വരിക ഈ ഭാഗമായിരിക്കും. നൂഹ് നബിയാണ് ആ ആയത്തിലെ ഒരു വ്യക്തി. അത് മുഫസ്സിറുകൾ വൈകാരികമായി അവതരിപ്പിച്ചതാണ്. നൂഹ് നബി എന്ന ഒരു പിതാവിന്റെ മനസ്സിന്റെ വേദനയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മളുമായി വളരെ ബന്ധമുണ്ട് എന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ കപ്പലിൽ കയറാൻ പറഞ്ഞിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ കയറാതിരിക്കുകയും നൂഹ് നബിയുടെ മുമ്പിൽ വച്ച് ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത്, സ്വന്തം മകൻ മുങ്ങിച്ചാകുന്നത് നേർക്ക് നേരെ കാണേണ്ടി വന്ന ഒരു പിതാവാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ മകൻ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ സ്വന്തം മകൻ. അപ്പൊ അള്ളാഹ് തിരുത്തുകയാണ്, ഇനി നീ അത് പറയരുത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലത്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്ന് മുതൽ അവൻ നിന്റെ മകനല്ല, നിന്റെ കുടുംബത്തിലെ ആളല്ല എന്ന് പറഞ്ഞ ആദർശപരമായി നിങ്ങൾ വേർപിരിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്റെ മകൻ എന്ന് പറഞ്ഞ് നീ എന്നോട് തർക്കിക്കരുത് എന്ന് പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരത്തെ അള്ളാഹു ക്ലോസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആദർശപരമായി വാപ്പയും മോയെ അള്ളാഹു വേർപിരിക്കുന്ന രംഗാണ്. നമുക്ക് അങ്ങനെ വേർപിരിക്കാൻ കഴിയുമോ? പക്ഷെ വേർപിരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആദർശപരമായി രണ്ട് തട്ടിലാണെങ്കിൽ രക്ഷിതാക്കളെയും വാപ്പയും ഉമ്മയും വേർപിരിച്ചിരിക്കും. അപ്പൊ നൂഹ് നബി പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ മകന്റെ പേരിൽ തർക്കിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിനോട് പോർക്കുരം തേടുന്നത്. രണ്ടാമത്തത്, നൂഹ് നബിയുടെ കപ്പൽ ഒരു ഭൗതിക കപ്പലായി മാത്രം കാണരുതെന്ന, അതൊരു ആദർശ കപ്പലാണ്. വിശ്വാസത്തിന്റെ, ദീനിന്റെ ആദർശ കപ്പലാണ് നൂഹ് നബിയുടെ കപ്പൽ. അതിൽ കയറിയത് മുഴുവൻ വിശ്വാസികളാണ്. അവരാണ് ലോകത്ത് വിശ്വാസികളായി വന്നത്. അപ്പോൾ നമ്മൾ ഓരോ രക്ഷിതാക്കളും, അപ്പൊ നമ്മളൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നൂഹ് നബിയുടെ കപ്പലിലാണ്. ആ കപ്പലിൽ നമ്മുടെ മക്കൾ ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. നൂഹ് നബിയുടെ വേദന അതായിരുന്നു. ഇതൊരു ആദർശ കപ്പൽ. നമ്മൾ നിലകൊള്ളുന്ന ദീന് നൂഹ് നബിയുടെ പണ്ഡിതന്മാർ മുഴുവൻ പരിചയപ്പെടുത്തിയതും നൂഹ് നബിയുടെ കപ്പലിൽ നിന്നാണ്. ആദർശത്തെ, ദീനിനെ, നമ്മുടെ ആദർശ പ്രസ്ഥാനത്തെ, നമ്മൾ കയറിയ ഈ നൂഹ് നബിയുടെ ആദർശ കപ്പലിൽ നമ്മുടെ മക്കൾ ഉണ്ടോ എന്നതാണ്. ഒരു പിതാവിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ എൻ്റെ മോനില്ലല്ലോ എന്നോടൊപ്പം എന്നതായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദന. ആ വേദന, അതിന്റെ അർത്ഥം പറഞ്ഞു പോകുന്ന ഏത് പിതാവിന്റെയും ഹൃദയം പൊട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു പരിശോധന സംശയം ഉണ്ടെങ്കിൽ ഇത് ഓതുന്ന അധികം ഇമാമിങ്ങളും അവർക്ക് നിയന്ത്രണം വിട്ട് ഖുർആന്റെ ഓത്ത് അവസാനിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അത്രയും ഹൃദയസ്പർശിയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ആദർശപരമായ രണ്ട് ചേരിയിലാണെങ്കിൽ അള്ളാഹു പറഞ്ഞ യഫ്സിലു ബൈനഹും, ഞാൻ നിങ്ങളെ വേർപിരിക്കുമെന്ന്. ഒരു ബന്ധവും അവിടെ കാത്തു സൂക്ഷിക്കില്ല. രണ്ടാമത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, ഈ നമ്മൾ കയറി ഇരിക്കുന്ന നമ്മുടെ ആദർശ കപ്പലിൽ, ആ കപ്പലിൽ നമ്മുടെ മക്കൾ ഉണ്ട് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും വലിയ തൗഫീക്ക്. നമ്മൾ കപ്പലിലുണ്ട്, പക്ഷെ ആ കപ്പലിന്റെ കൂടെ നമ്മുടെ കുടുംബത്തിന് മക്കളില്ല, ഭാര്യയില്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ആ കപ്പലിൽ ഇല്ലെങ്കിൽ അവരുടെ ആ നാശം നേർക്ക് നേരെ കാണേണ്ടി വരുന്ന ഹതഭാഗ്യരായി മാറുമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ നൂഹ് നബി അതിൽ പ്രതിയല്ല. എന്നിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയത്
ഇത് നമുക്കുള്ള വലിയ ബോധ ചിന്ത ഉണർത്താനാണ്. അതുകൊണ്ട് അത് ഞാൻ ആ ഓതിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പങ്കുവച്ചു എന്നുള്ളൂ. ഉറപ്പുവരുത്തുക, ഈ കപ്പലിൽ എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട് എന്ന്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.